ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി മഹോത്സവത്തിന്റെ ഭാഗമായി ഭഗവാൻ എന്ന ശംഖുമുഖം സമുദ്രതീരത്തേക്ക് നടന്നു പോകുന്ന വേദിയാണ് എന്റെ പിന്നിൽ കാണുന്നത്. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കുന്ന അനുഗ്രഹിത ദർശനം എന്ന് പറയുന്നത് ശ്രീ പത്മനാഭസ്വാമി പടിഞ്ഞാറേ ഗോപുരവാതിലിലൂടെ പുറത്തിറങ്ങിയിട്ട് ഈ എന്റെ പിന്നിൽ കാണുന്ന ഈ നടു റോഡിൽ വന്ന് ഭഗവാൻ നിൽക്കുമെന്നുള്ളതാണ്. അതെന്തിനാണെന്നല്ലേ, ഭഗവാൻ നിൽക്കുന്നത് നടുവിൽ മഠത്തിന് മുന്നിലാണ്. ഈ നടുവിൽ മഠത്തിലാണ് ഭഗവാന് നിത്യവും പുഷ്പാഞ്ജലി അർപ്പിക്കുന്ന പുഷ്പാഞ്ജലി സ്വാമിയാർ തങ്ങുന്നതും. അതുപോലെ ശ്രീ പത്മനാഭന്റെ ആദ്യ ദർശനം നേടിയ വില്ലമംഗലം സ്വാമിയാർ ഭഗവാന്റെ ദർശനം നേടിയതിനു ശേഷം ഉണ്ടായ പ്രദേശവും അദ്ദേഹം സ്ഥാപിച്ചതുമായ മഠമാണ് നടുവിൽ മഠം. ഈ നടുവിൽ മഠത്തിലാണ് അദ്ദേഹത്തിന്റെ സമാധി ഉള്ളതും ആ സമാധിക്ക് മുകളിലാണ് അദ്ദേഹം വച്ചാരാധിച്ചിരുന്ന ശ്രീകൃഷ്ണ ഭഗവാനെയും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ശംഖുമുഖ സമുദ്ര തീരത്തേക്ക് പത്മനാഭസ്വാമിയോടൊപ്പം തിരുവമ്പാടി ശ്രീകൃഷ്ണനും നരസിംഹമൂർത്തിയും ഒപ്പം വരുന്നുണ്ട്. ഈ മൂന്ന് മൂർത്തികളും ഈ നടു റോഡിൽ വന്ന് നിൽക്കുമെന്നുള്ളതാണ്. കാരണം ഈ യാത്രയിൽ ഒരിടത്ത് മാത്രമാണ് ഭഗവാൻ നിൽക്കുന്നത്. അത് തന്റെ പ്രിയപ്പെട്ട പുഷ്പാഞ്ജലി സ്വാമി നൽകുന്ന ആരതി ഏറ്റുവാങ്ങാനാണ്. അത് സാക്ഷ്യം വഹിക്കാൻ നിരവധി വിശ്വാസികളാണ് ഈ മഠത്തിന്റെ മുന്നിൽ ഒത്തുചേരുന്നത്. പടിഞ്ഞാറേ കോട്ടയ്ക്ക് തൊട്ടു മുന്നിലായിട്ടാണ് ഈ നടുവിൽ മഠം കാണാൻ കഴിയുന്നത്. ഈ നടുവിൽ മഠത്തിനുള്ളിലാണ് വില്ലമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രവും ശങ്കര പരമ്പരയിലെ ശ്രീ പത്മനാഭന് ആദ്യം ദർശനം നേടിയ വില്ലമംഗലം സ്വാമിയാരുടെ സമാധിയും ഒക്കെയുള്ള പുണ്യ പ്രദേശമാണ്. ഇവിടെയാണ് ഭഗവാൻ ഇന്ന് വന്ന് നിൽക്കുന്നതും സ്വാമി ആരതി നൽകിയ ശേഷമാണ് ഇവിടുന്ന് എയർപോർട്ടിനുള്ളിലൂടെ കടന്ന് ശംഖുമുഖ സമുദ്രത്തേക്ക് പോകുന്നതും ആറാടുന്നതും. ഇന്ന് ഭഗവാനോടൊപ്പം കൂടെ ആറാടുന്നത് ചെറിയ ഉദ്ദേശരം മഹാവിഷ്ണുവും അരകത്ത് ദേവിയും വടുവത്ത് മഹാവിഷ്ണുവും അതോടൊപ്പം പരശുരാമ സന്നിധിയിൽ നിന്നും വരുന്ന മഹാദേവനും പരശുരാമസ്വാമിയും. നമുക്ക് ആ കാഴ്ചകളൊന്ന് കാണാം. സൈഡ് മാറിക്കോളൂ. നടന്നോ? സൈഡ് സൈഡ്